ഇനി കിടന്ന കുറച്ച് കോവയ്ക്കകളെ കണ്ടുപിടിച്ചു കേട്ടോ. കണ്ടോ, കുറച്ചേ ഉള്ളൂ എങ്കിലും നമുക്ക് ഇങ്ങനെ ഒളിച്ചു നിന്നിട്ട് ലാസ്റ്റ് കണ്ടുപിടിച്ച് നമുക്ക് പറിക്കുമ്പോൾ ഒരു സന്തോഷമില്ലേ. അങ്ങനെ ഒരു 6-7 കോവയ്ക്കകൾ 7 ഉണ്ട്. ഇനി അവിടെ നിൽപ്പുണ്ട്, അവിടെ നിൽപ്പുണ്ട്. കണ്ടോ, ഈ മറിഞ്ഞു നിൽക്കുന്നവരെ കണ്ടുപിടിച്ച് പറിക്കുമ്പോൾ ഒരു സന്തോഷം. എപ്പോഴോ നട്ടത് എപ്പോഴോ കായ്ച്ച് എപ്പോഴോ പറിക്കുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലും നടുന്നത് ഒരിക്കലും വെറുതെ ആവൂല. ധൈര്യമായിട്ട് നട്ടോളൂ. പ്രത്യേക പച്ചമുളക്, കോവല് ഇത്യാദി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, എപ്പോഴെങ്കിലും നമുക്ക് ഉപകരിക്കും. എപ്പോഴെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഏതോ കാലത്ത് നട്ട പച്ചമുളകിൽ നിന്ന് കിട്ടിയിട്ടുള്ള കായ്കൾ എനിക്ക് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ നടുമ്പോൾ ഏറ്റവും ഉപയോഗം നടാൻ പച്ചമുളകാണ്. കാരണം എപ്പോഴും നിങ്ങൾ നട്ടാലും കുറച്ച് കഴിയുമ്പോൾ എവിടെന്നെങ്കിലും നിങ്ങൾക്ക് കായ് വേണ്ട സമയത്ത് നിങ്ങൾക്കൊരു കായ് കിട്ടാൻ അത് കാരണമാകും. നമുക്ക് വീട്ടിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, എപ്പോഴെങ്കിലും നിങ്ങൾ നട്ട ഒരു പച്ചമുളകിന്ന് നിങ്ങൾ അപ്രതീക്ഷിതമായി ചെന്നൊരു കാ പൊട്ടിച്ച് കറക്കിടാൻ കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അയ്യോ ഞാനെന്ത് സംഭവം ചെയ്തു എന്നുള്ള ആ ഫീലിംഗാണ് നമ്മുടെ എപ്പോഴും അത് വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ബൂസ്റ്റർ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരുപാട് നമ്മൾ കൃഷി ചെയ്ത് ഒരുപാട് കായ്ക്കും, ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും, അങ്ങനെയൊന്നുമല്ല. എത്ര ചെറുതാണെങ്കിലും, കിട്ടുന്ന വിളവ് എത്ര ചെറുതാണെങ്കിലും അതിൻ്റെ അകത്ത് നമ്മൾ ഹാപ്പി ആയിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതൊരു ചെറിയ ഒരു ചെറിയ 2 കൊണ്ട ചീരയാവട്ടെ, അത് ചെറിയ ഇത് കണ്ടോ, ഇതെപ്പോഴോ ഞാൻ പൊട്ടിച്ച് വെച്ച ഒരു ബൊഗെയിൻവില്ലയാണ് കേട്ടോ. അത് അവിടെ ജീവനോടുണ്ടെന്ന് പോലും ഒരു ഉറപ്പില്ലായിരുന്നു. പക്ഷെ ഇപ്പം നോക്കിയാൽ അതിൻ്റെ സീസൺ ആയപ്പോൾ എവറിത്തിങ് ഹാസ് ഇറ്റ്സ് ഓൺ ടൈം. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയണ പോലെ. കണ്ടോ, പൊങ്ങി വരുന്നത് പൂക്കളായിട്ട്. എന്തൊരു സന്തോഷമല്ലേ അത് കാണുമ്പോൾ. അതെന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം സന്തോഷമാണ്. നമ്മൾ എന്നോ നട്ടത് നമ്മൾ പോലും ചിന്തിക്കാത്ത സമയത്ത് നമുക്കൊരു കായ് തരുന്നു, ഒരു പൂ തരുന്നു എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ക്യാരറ്റുകളാണ് കേട്ടോ. ക്യാരറ്റുകളൊക്കെ അത്യാവശ്യം നന്നായിട്ട് നിപ്പുണ്ട്. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു 2 വർഷത്തിനകം 3 വർഷത്തിനകം വന്ന ചേഞ്ചസ് ആണ് ഈ ക്യാരറ്റൊക്കെ വെച്ച് നോക്കുക എന്ന് പറയണത്. ഇപ്പം നമ്മുടെ നാട്ടിലത്തെ ക്ലൈമറ്റും ഭയങ്കരമായിട്ട് വേരി ചെയ്യുന്നുണ്ട്. ഭയങ്കര കുറേ കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് പരിചിതമല്ലാത്ത, നമ്മൾ കൃഷി ചെയ്തിട്ടില്ലാത്ത പല ഐറ്റംസ് ഇപ്പം നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ചെയ്തിരുന്ന പലതും വിചാരിച്ചത്ര വിളവും തരുന്നില്ല.